ഫ്രണ്ട്സ്, നമ്മളിന്നൊരു കാഴ്ച കണ്ടിട്ടോ. നമ്മൾ ചാനൽ തുറന്ന് 5 മണി വരെ 5:15 അയക്കണം കേട്ടോ. അപ്പം എന്നിങ്ങനെ ആകാശത്തിൽ തെളിഞ്ഞ് അമ്പിളിമാമൻ ഇങ്ങനെ നിൽക്കണൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് കേട്ടോ. വല്ലാത്തൊരു കൗതുകം തോന്നിയിട്ട് ആ അമ്പിളിമാമൻ്റെ നേരെ എൻ്റെ കണ്ണിൻ്റെ ദിശയിലാണ് നിൽക്കുന്നത് കേട്ടോ. എനിക്ക് വല്ലാത്തൊരു സന്തോഷമായിട്ടോ. സുബൈക്ക് ഞാൻ ഈച്ചിട്ട് ഇങ്ങനെ ജനൽ തുറന്നെടുക്കുമ്പോൾ അമ്പിളിമാമൻ എന്നെ ഇങ്ങനെ കണ്ണ് ചൊപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനങ്ങനെ വീഡിയോ എടുക്കണം എന്നൊരു മോഹം, അങ്ങനെ എടുത്ത വീഡിയോ ആണ് കേട്ടത്. നല്ല രസമല്ലേ കാണാൻ. ആ ആ തെങ്ങിൻ്റെ അടിയിലൂടെ ഇങ്ങനെ ആ അമ്പിളിമാമൻ ഇങ്ങനെ ചുംബിക്കുന്നു കാണുമ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ വല്ലാത്തൊരു സ്നേഹത്തിൽ എടുക്കാനും കഴിഞ്ഞു. ഇത്ര സന്ദർഭം കിട്ടാറില്ല. അപ്പോൾ നല്ല തെളിഞ്ഞ അമ്പിളിമാമനൊന്ന് കണ്ടപ്പോൾ സന്തോഷമായിട്ടോ. ഇന്നത്തെ ദിവസം സുബൈക്ക് നല്ല തണുപ്പിൻ്റെ പൊന്നെ, മൂന്നാർ ചെന്ന ഫീലാണ്. അമ്മാതിരി തണുപ്പ് ഇങ്ങനെ കണ്ടപ്പോഴേ എന്തോ ഒരു സന്തോഷമായി എന്നറിയോ. രാത്രിയിൽ ഇവിടെയൊക്കെ ലൈറ്റൊക്കെ ഉണ്ടാവും കേട്ടോ, കാര്യങ്ങളൊക്കെ ആയിട്ട്. നമ്മൾ ചെടി രാത്രിയിൽ എന്ത് കാണാനും രസം തന്നെയല്ലേ, അത് പ്രത്യേക രസം തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ അത് തന്നെ എൻ്റെ ഉള്ളിൽ കൊടുത്ത് ഞാൻ കാണിച്ചു കേട്ടോ. അപ്പോൾ ഈ ചായ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അടുക്കളയ്ക്ക്. ആ ഒരു സന്ദർഭത്തിലൊന്ന് കാണിച്ചു തന്നതാണ്. അമ്പിളിമാമൻ അങ്ങനെ സുബിക്കാണ് ആകാശത്തിൽ തിളങ്ങി നിൽക്കുന്ന അമ്പിളിമാമനെ കാണാൻ എന്ത് രസമല്ലേ. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ എടുക്കാൻ കഴിയും. ആരും ഈ സമയത്താരും നീക്കലുണ്ടാവില്ല. പൊതുവേ നീക്കണ മടിയന്മാരാണ് ഇപ്പോൾ ഉള്ള ആൾക്കാർ, കുട്ടികളും മക്കളായാലും. സുബൈക്കിൻ്റെ മുന്നേ നീക്കണ ആരെന്നാ 4:30 നീച്ചു. പിന്നെ അവിടെ തന്നെ കടന്നു. പിന്നെ ഞാൻ എൻ്റെ എല്ലാ വാഷ്റൂമിലൊക്കെ പോയി ഇനി പല്ല് തേക്കാനും ഇതാക്കാനും ഉണ്ട് കേട്ടോ. ആ ഒരു കാര്യങ്ങൾ ചെയ്ത് തീർക്കണം. അപ്പം നല്ല രസമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചൊരു വീഡിയോ എടുത്താൽ. ആരുണ്ട് ചായ അച്ഛൻ പോകാൻ കേട്ടോ. അപ്പോൾ സുബൈക്കാണ് ഇപ്പോൾ ചായ ഉണ്ടാക്കണം. ഒരു കാൽ ചായ നിസ്കരിക്കുമ്പോഴത്തേന് ഉണ്ടാക്കണം. ഞാൻ കൊടുക്കാനാവുന്നുള്ളൂ. ഗ്യാസിൻ്റെ അടി പൂട്ടിക്കണം. ഇവിടെ അത്ര ലൈറ്റില്ല. ഇവിടെ ഇതിൻ്റെ ഈ കൂട്ടിൻ്റെ ചോട്ടിലായത് കാരണം ലൈറ്റ് കുറവാണ്. അപ്പോൾ നമ്മൾ ഗ്യാസ് സ്റ്റവ് ഓണാക്കുക, പിന്നെ പാൽ വെക്കട്ടോ. ഇട്ടേക്ക് ഇത്ര കളറില്ല കേട്ടോ. 2 സ്പൂണ്, 1/2 സ്പൂണ്, 2 സ്പൂണ് പിന്നെ ഷുഗർ ഇട്ടു. ഞാനെല്ലാം കൂടെ ഒപ്പാണ് ഉണ്ടാക്കട്ടോ. സ്പൂൺ കോഫി പൊടി ഇട്ട് ഭയങ്കര കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ അത് കയ്പ്പ് രസം വരും. അപ്പോൾ കാണുന്ന മക്കളെ. അപ്പോൾ പാലിൽ പിന്നെ കോഫി പൊടി ഇട്ടു. ബ്ലൂ കോഫി കേട്ടോ, ഈസ്റ്റേൻ്റെ ബ്ലൂ കോഫിയാണ്. അപ്പോൾ 2 സ്പൂണ് പിന്നെ പഞ്ചസാര ഇട്ടു. ഇനി നല്ല വെട്ടി തിളച്ച് വരണം. ഇനി നമുക്കത് പല്ല് തേക്കാം കേട്ടോ. നമുക്ക് ഓംപ്ലേറ്റാണ് കോഫി, നമ്മളെ ബ്ലൂ കോഫിയും ഓംപ്ലേറ്റ് ഇതാ വലിയ മരിക്കണം. നമ്മ കഴിച്ചോളിമാ വയ്ക്കുക. 2 ആൾക്കും 50-50. വല്യമ്മക്ക് തോനെ കൊടുക്കുക വല്യമ്മ. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ലീഗ് ഓഫീസിൽ നിന്ന് കിട്ടിയ കപ്പാണ് വല്യമ്മക്ക് കേട്ടോ. ഒരു ദിവസം അവിടെ എന്തിനോട്ട് പോയപ്പോൾ ഞങ്ങൾ ലീഗാണ്, മുസ്ലിം ലീഗാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു കപ്പ് കിട്ടി വല്യമ്മക്ക്. ആ കപ്പിലാണ് ഞാൻ കുടിച്ചത്. വല്യമ്മക്ക് അത് മറ്റേ ഗ്ലാസ്സിലാണ്. വല്യമ്മയുടെ കപ്പാണ് ഞാൻ കുടിച്ചത്. അപ്പോൾ സുബൈക്ക് മക്കളെ ചായയും ഓംപ്ലേറ്റും കഴിക്കട്ടോ.
വലിയപ്പോൾ പുതിയനായിട്ടിരിക്കുന്നുണ്ട്. ഒരു ഓംലേറ്റ് ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ ഞങ്ങൾ 50-50 ബിസ്ക്കറ്റൊക്കെ കഴിഞ്ഞിക്കോ. ഒരു കോഫി കുടിക്കാൻ നല്ല ഇൻട്രസ്റ്റാണ് സുബൈക്ക്. നല്ല ജനലൊക്കെ തുറന്നിട്ട് നല്ല തണുപ്പാണ്. രസമുണ്ടോ? സൂപ്പറായിക്കണോ? എന്ത് സൂപ്പറായിക്കണോ വെച്ചാൽ സൂപ്പറായിക്കണോ? എല്ലാവരും മക്കളെ നീച്ചോ? ഞാൻ ഇവിടെ കാൽച്ചായ അടിച്ച സുബൈക്ക്. അൽഹംദുലില്ലാ റാത്താത്ത ഭക്ഷണം. എന്ത് തിന്നുമ്പോഴും അൽഹംദുലില്ലാ പറയണല്ലേ കഴിച്ചാൽ അതൊരു റാത്ത് തന്നെയല്ലേ അമ്മ? അത് പറഞ്ഞ ഗുണങ്ങൾ ഒരുപാടുണ്ടേ അല്ലേ? നമ്മളിപ്പോൾ ഒരാൾക്ക് നല്ല സന്തോഷത്തിലൊരു ഭക്ഷണം തരുവാണ്, നമ്മൾ അവിടെ പാത്രം അവിടെ കൊണ്ടേക്കും, കഴുകാനൊക്കെ നോക്കും. പക്ഷെ അവർ പറയും പറക്കത്ത് പോവും തന്നെ അതൊക്കെ തന്നെ. അങ്ങനെ ഉണ്ടോ? അതൊക്കെ ഒരു ഇസ്കാലല്ലേ? അത് അതിലൊന്നും സത്യമില്ലല്ലോ. ഓല പറക്കത്ത് പോകുന്നതാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ ഓരോ കാര്യങ്ങൾ പണ്ടത്തെ ആചാരങ്ങൾ പ്രകാരമല്ലല്ലോ ഇപ്പോഴത്തെ പണ്ഡിതന്മാർ അന്നത്തെ പണ്ഡിതന്മാരും വ്യത്യാസമുണ്ട് അല്ലേ? ഒരു പറഞ്ഞ വാക്കേക്കാരല്ലേ? സത്യത്തിൽ നമ്മൾ ഈ സമൂഹത്തിൽ നല്ലൊരു പണ്ഡിതന്മാരില്ലായിട്ടാണ് ആൾക്കാർക്ക് ഒന്നും ഒരു പേടി ഒരു ഇല്ലാത്തല്ലേ? അത് പാത്തിക്കാട് കല്യാണം വല്യമ്മ ഒരു യത്തീമാല ചെല്ലണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. വല്യമ്മ പറഞ്ഞു ചൊല്ലിക്കാടി മൂക്കിൽ കുമ്പഴി കിടക്കില്ലേ? നീരിറങ്ങിയിട്ട് എങ്ങനെ നീരിറങ്ങിയത്? ഇന്നലെ ഉണ്ടേ ഒരു പിന്നുമ്മ കേട്ടോ, ഒരു കുരുളക് വെച്ചിട്ട് അത് കത്തിച്ച് എന്നിട്ട് അത് ശ്വസിക്കുക, എന്നാൽ മൂക്കടപ്പൊക്കെ പോകും. അത് പൊട്ടിച്ചല്ല, പിന്നുമ്മ കുത്തമുട്ട് സൂചിമ ഒരു ഇത് കുത്തിവെച്ചിട്ട് ഗ്യാസുമ്മ കാട്ടിയിട്ട് അതിൻ്റെ അത് ശ്വസിച്ചാൽ മൂക്കടപ്പ് മാറുന്നല്ല. യൂട്യൂബ് ചാനലിൽ കണ്ടിരുന്നു. ഇങ്ങനെ ശ്വസിക്കുക, അപ്പം മൂക്കടപ്പൊക്കെ പോകും. അപ്പം നമുക്ക് ആ പരീക്ഷണം ചെയ്താൽ മതി. നിങ്ങൾ ഒരു യത്തീമാല പാടിക്കാൻ നിങ്ങൾക്ക് അറിയാലോ? പ്രേക്ഷകർക്കൊരു പാട്ട് പാടിക്കോളേ. അല്ല പാട്ടല്ല, അത് മാലയാണ്. ചെല്ലു പൊന്നുമോട്ടെ. വല്യമ്മ സുന്ദരിയാണോ മക്കള്? ചെല്ലൂട് കുട്ടി വീഡിയോ വീഡിയോയിൽ കുറച്ചൊക്കെ വാണേ പറഞ്ഞോട്. നിങ്ങൾ ഇങ്ങോട്ട് നോക്കി, നിങ്ങൾ പാടുന്നുണ്ടോ? ജനലടക്കണ്ട, തണുപ്പ് വരിക്കോട്ടെ. നിങ്ങൾ പറയും ജനൽ നിങ്ങളോട് പാട്ട് പാടാൻ പറയുമ്പോൾ നിങ്ങൾ ജനലടക്കാൻ പറയണത് പാടോടിമ്മ. എന്താപ്പാ കാട്ടിക്കൂട്ടല്? നിങ്ങൾ പാടുന്നുണ്ടോ? ചിലക്കാതെന്നൊന്നും പറയില്ലേ. എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ പാടാം, വല്യമ്മ പാടുന്നില്ല. താലാൽ പതുറു ആലൈന
മിൻസനി യാത്തിൽ വിദായി വജബ ശുക്രു അലൈന മാതാ ലില്ലായിദായി അയ്യുവൽ പുബുസു. എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ പിന്നെ എനിക്ക് പദ്യങ്ങളൊക്കെ അറിയാമായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയുമെന്നും അറിയില്ല കേട്ടോ. ഞാനൊരുവിധം പദ്യങ്ങളൊക്കെ ചൊല്ലിയിട്ടുണ്ടായിരുന്നു. എനിക്കതൊക്കെ കാണാൻ പാടാണ്. സ്കൂളിൽ ഹൈസ്കൂളിൽ CS പുലാമന്തോൾ സ്കൂളിൽ സ്റ്റേജുമ്പോൾ പാട്ടും ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ പാടി കേട്ടോ. ഇംഗ്ലീഷ് പാടിയിട്ടില്ല, ഹിന്ദി പാടി. അപ്പോൾ ആ പാട്ട് കൂടെ ഞാൻ പാടിത്തരാം. ലാ ഇലാ ലാ ഇലാ 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 ലാ ഇലാ അല്ലാലമീന ലാ സോറി, അത് എനിക്ക് പാടാൻ കഴിയുന്നില്ല. കുട്ടികളെ എനിക്ക് പാടാൻ കഴിയുന്നില്ല. പാട്ട് പാടാം. പിന്നെ ഞാൻ തിങ്കളും തരങ്ങളും ഒക്കെ പഠിച്ചിരുന്നു. എല്ലാവരും ഒന്നും കൂടെ ഒന്ന് ആവർത്തിച്ചിട്ട് പാടിയിട്ട് നമുക്ക് പാടണം കേട്ടോ. വലിയ തീർച്ചയാണ്. അപ്പോൾ ആ പാട്ട് എനിക്ക് വളരെ ഇഷ്ടം. അറബിയാണ് അടുത്തിരുന്നു, മലയാളമല്ല അടുത്തിരുന്നു കേട്ടോ. എനിക്ക് അറബിനോട് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അറബി എനിക്കാരും പഠിപ്പിച്ചു തരാനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ചെറുപ്പത്തിൽ. അപ്പോൾ നമ്മളെ സൂറാബിയൊക്കെ തന്നെ പഠിപ്പിച്ചത്, ഓലൊക്കെ തന്നെ ബാലവാടിക്കൊക്കെ ആക്കി തന്നിന്ന്. എല്ലാവരും സൂറങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. വല്യമ്മ ഇങ്ങനെ സുന്ദരിയായിട്ട് എനിക്ക് പാട്ടൊന്നും പാടിത്തന്നില്ല. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നലെ ചെല്ലടൊക്കെ കഴിഞ്ഞിട്ടതാവുന്നു മക്കളെ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ, സീ യു. അസ്സലാമു അലൈക്കും.